സിമി അമീസ് പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ എങ്ങനെയാണ് ആലു ഗോബി ഉണ്ടാക്കുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അതുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള സാധനങ്ങളാണ് ഈ തക്കാളി, സവാള, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ 2 പച്ചമുളക്. ഞാൻ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച് അത് ചൂടായതിന് ശേഷം ഈ സവാള ഇട്ട് വഴറ്റി എടുക്കണം. ഒത്തിരി ബ്രൗണിഷ് കളർ ആവുന്നത് വരെ ഒന്നും വഴറ്റേണ്ട കാര്യമില്ല. സാധാരണ നമ്മൾ ഇറച്ചിക്കറിക്കൊക്കെ വഴറ്റാറില്ല, അതുപോലെ വഴറ്റുക. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുമ്പോൾ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. ആലുഗോബി മാത്രമല്ല കേട്ടോ ഞാൻ ഉണ്ടാക്കിയത്. ഉണ്ടാക്കിയ ആലുഗോബി വെച്ചിട്ടൊരു തട്ടിക്കൂട്ട് പുലാവും കൂടെ ഞാൻ റെഡിയാക്കി. അതും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പച്ചമണം പോയപ്പോൾ ഞാൻ അതിലേക്ക് തക്കാളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തു. അറിയാമല്ലോ, സാധാരണ വഴറ്റുന്നത് പോലെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിൻ്റെ ജ്യൂസൊക്കെ ഇറങ്ങി വരുമ്പോഴേക്കും നമുക്ക് അടുത്ത സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. ആദ്യമായിട്ടൊക്കെ കുക്ക് ചെയ്യുന്നവർക്ക് ഒരു കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പോൾ അവരിങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കും. അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. മൂട്ടി പിടിക്കാത്ത വിധം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. തക്കാളിയും സവാളയും വഴറ്റുന്നതിനിടയ്ക്ക് ഞാൻ 2 ഉരുളക്കിഴങ്ങ് വേകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കോളിഫ്ലവറും ചെറിയ ചൂടുവെള്ളത്തിലിട്ട് കഴുകിയൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. വഴറ്റിയ തക്കാളിയും സവാളയിലേക്കും ഈ മസാലകളൊക്കെയാണ് ഞാൻ ചേർക്കുന്നത്. എരിവിനനുസരിച്ചുള്ള മുളക് പൊടി, ആവശ്യത്തിന് മല്ലിപ്പൊടി, ഒരല്പം മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരല്പം മസാലപ്പൊടിയും ഞാൻ ചേർക്കുന്നുണ്ട്. ഈ മസാലകളുടെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. മസാലകളുടെ പച്ചമണം പോയി എന്ന് കണ്ടപ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കോളിഫ്ലവറും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തു. മസാലയിലിട്ട് 2 മിനിറ്റ് വഴറ്റിയതിന് ശേഷം അതിലേക്ക് വേവുന്നതിന് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇതിലിനി ഒത്തിരി നേരം കുക്ക് ചെയ്യാനൊന്നുമില്ല, കാരണം ഉരുളക്കിഴങ്ങ് ഓൾറെഡി നമ്മൾ വേവിച്ചാണ് എടുത്തത്. ശരിക്കും പറഞ്ഞാൽ ചൂടുവെള്ളത്തിൽ ഇട്ടപ്പോൾ കോളിഫ്ലവർ ഒരുവിധം വാടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി വെള്ളം വേണമെന്ന് തോന്നിയാൽ പിന്നീട് കുറച്ചുകൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒത്തിരി വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ നിങ്ങളുടെ ഗ്രേവിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാൻ മറക്കരുത്. ഇത് ഇപ്പോൾ വെന്ത് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇച്ചിരി മസാലപ്പൊടിയും ഒരല്പം കറിവേപ്പില ഉണ്ടായിരുന്നതും കൂടി ഞാൻ ചേർത്ത് കൊടുത്തു. നല്ല അടിപൊളി മണം വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനാണ് ഞാൻ ഈ കറി ഉണ്ടാക്കിയത്. ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും അപ്പത്തിൻ്റെ കൂടെ ആണെങ്കിലും ദോശയുടെ കൂടെ ആണെങ്കിലും ഒക്കെ ഇത് നല്ലൊരു കറിയാണ്. അതുപോലെ തന്നെ നമുക്ക് നോർമൽ റൈസിൻ്റെ കൂടെയും കഴിക്കാം. പിന്നെ ഞാൻ ഉച്ചയ്ക്കുള്ള ലഞ്ചിന് വേണ്ടിയിട്ട് 1 ഗ്ലാസ് ബിരിയാണി റൈസ് എടുത്തിട്ടുണ്ട്. അതിന് നന്നായി കഴുകി സോക്ക് ചെയ്യാനായിട്ട് വെച്ചു. എന്നിട്ട് നേരത്തെ കറി ഉണ്ടാക്കിയ ആ പാത്രത്തിൽ തന്നെ ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ച് ചൂടാകാനായിട്ട് വെച്ചു. ആ നെയ്യൊന്ന് ഉരുകി ചൂടായി വന്നപ്പോഴേക്കും അതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന ബിരിയാണി റൈസ് ഇട്ട് കൊടുത്തു. അങ്ങനെ ബിരിയാണി റൈസ് നെയ്യിലിട്ട് ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ചേർത്ത് കൊടുത്തു. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. കൂടെ ഞാൻ 1 ക്യാരറ്റ് 1 പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തു. തട്ടിക്കൂട്ടാണെങ്കിലും നമ്മൾ ഉണ്ടാക്കുന്നത് വെജിറ്റബിൾ പുലാവാണല്ലോ. പിന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ആകെ ഈ 1 ക്യാരറ്റാണ്. അപ്പം പിന്നെ ഞാൻ അത് ഇങ്ങനെ ചേർത്ത് കൊടുത്തു. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി മൂടി വെച്ച് വേവിക്കണം. ഇടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. പിന്നെ ഞാൻ വെള്ളത്തിൽ ഒരല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ചോറ് ഒരു 1/4 വേവോളം ആയി കഴിയുമ്പോൾ നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആലു ഗോബി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ വേറെ ഗ്രീൻ പീസോ അങ്ങനെ വെജിറ്റബിൾസോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ വേറെ വെജിറ്റബിൾസ് ഒന്നും ചേർക്കാത്തത്. അങ്ങനെ നമ്മുടെ ഈസി പുലാവ് റെഡി ആയിട്ടുണ്ട്. തട്ടിക്കൂട്ടാണെങ്കിലും ടേസ്റ്റിനൊന്നും ഒരു കുറവുമില്ല. അപ്പോൾ ഇത് കാണുന്നവർ ഉണ്ടാക്കി നോക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അതുവരേക്ക് ബായ്.